അതിനുശേഷം ഇന്നാദ്യമായാണ് പാണക്കാടേക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയത്. വി ഡി സതീശന്റെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് മലബാറിലേക്ക് വരുന്നത്. ആദ്യത്തെ സന്ദർശനം പാണക്കാട് തറവാട്ടിൽ വന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ഈ പെരുന്നാൾ ദിവസം കണ്ട് തങ്ങളെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള നേതാക്കളെയും സഹപ്രവർത്തകരെയും എല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരാഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. തീർച്ചയായിട്ടും ഇന്ന് വന്ന് ഈ കുടുംബത്തിൽ വന്ന് പാണക്കാട് തറവാട്ടിൽ വന്ന് ഈ ചടങ്ങിൽ ഈ പെരുന്നാളിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിൻ്റെ ആശംസകൾ കൂടി നേരുകയാണ്. ഏതായാലും CM പറഞ്ഞ പോലെ അദ്ദേഹം സത്യപ്രതിജ്ഞ നടത്തിയതിനു ശേഷം മലബാറിലേക്ക് വരികയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ ശാന്തകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശാന്തകുമാർ, എന്തായാലും ഇന്നും ED റെയ്ഡ് സംബന്ധിച്ച ഒരു ചോദ്യം വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി അത് പിന്തിരിഞ്ഞ് പോവുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനിടയിൽ അദ്ദേഹം പറയുന്നത് ഈ വിവിധ മതവിഭാഗങ്ങൾ ഇത്തരം ആഘോഷങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കണം, അതാണ് ആഗ്രഹമെന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. തീർച്ചയായും രുചിഷ അത് തന്നെയാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യമായാണ് പാണക്കാട് എത്തുന്നത്. അത് ഒരു പെരുന്നാൾ ദിനത്തിൽ കൂടി ആവുമ്പോൾ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നത് വി ഡി സതീശനിൽ നിന്നും മറുപടി പ്രധാനമായുള്ളത് ED റെയ്ഡുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞു മാറിയതുപോലെ തന്നെയാണ് അദ്ദേഹം ഇന്നും ഉണ്ടായിരുന്നത്. ഒരു കാരണവശാലും അദ്ദേഹം അതിന് മറുപടി പറയില്ല എന്നുള്ള ഒരു വാശി പോലെ തന്നെയായിരുന്നു ഇന്നത്തെയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കാരണം ആവർത്തിച്ച് ചോദിച്ചു, മാധ്യമങ്ങൾക്കെല്ലാം ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക തന്നെയായിരുന്നു. എന്തായാലും ED റെയ്ഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് ഒരു മറുപടിയും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. കാരണം പാണക്കാട് എത്തിയതാണ്, അദ്ദേഹം മാധ്യമങ്ങളെ എന്തായാലും കാണുമെന്ന് കരുതിയിരുന്നത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ അദ്ദേഹം അതിൽ പെരുന്നാൾ ആശംസയും ഈ പെരുന്നാൾ ദിനത്തിൽ ഇവിടെ വന്ന് പാണക്കാട് വന്ന് ഇത്തരത്തിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ഒപ്പം നിൽക്കാൻ കഴിയുന്നതിൻ്റെ പ്രാധാന്യമെല്ലാം വിശദീകരിക്കുന്നതിനപ്പുറം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, സംസ്ഥാനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയാനോ അദ്ദേഹം ഇന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ കാണുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ അല്ലാതെ തന്നെയുള്ള പ്രതികരണങ്ങളിലാകട്ടെ ഒരു ചോദ്യത്തിനും മറുപടി ഇല്ലാതിരിക്കില്ല, എല്ലാത്തിനും അണാപ്പൈ ഇല്ലാതെ മറുപടി പറയും എന്നതൊക്കെ നമ്മൾ എല്ലാ സമയത്തും കേട്ടു. പക്ഷേ ഈ ചോദ്യത്തിന് മാത്രം ഒരു കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഡൽഹിയിൽ ഇന്നലെയൊക്കെ പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി. തീർച്ചയായും അത് തന്നെയാണ്. നമുക്കറിയാം, ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDF-നുണ്ടായപ്പോഴും മുഖ്യമന്ത്രി ചർച്ച സജീവമായി ഉയരുമ്പോഴും അതിലുള്ള തർക്കങ്ങളും എല്ലാം വാർത്താ മാധ്യമങ്ങളിൽ വന്നപ്പോഴുമെല്ലാം സതീശനോട് ഇക്കാര്യത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നോ കമൻസ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അത്ര പോലും ഒരു നോ കമൻസ് എന്നുള്ള ഒരു കാര്യം പോലും പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അത് കേട്ട ഭാവമേ ഇല്ലാത്ത വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എല്ലായിടത്തും ഇന്നലെ മുതലുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇന്നും ആവർത്തിച്ചത് എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിന് ഒരക്ഷരം അതേക്കുറിച്ച്
അതിനെക്കുറിച്ച് പറയാനോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളതാണ്. ഇന്നലെയും അദ്ദേഹം ഡൽഹിയിൽ അത് തന്നെയായിരുന്നു ഇത്. ഇന്നലെ കൊച്ചിയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി വന്നപ്പോഴും മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോഴും അതേ സമീപനം തന്നെയായിരുന്നു. ഇന്ന് രാവിലെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതേ സമീപനം തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇന്നും അദ്ദേഹം ആവർത്തിച്ചത്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അത് മറ്റു കാര്യങ്ങൾ മാത്രമാണ്. ഈ കാര്യങ്ങൾ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറെ കാത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കേണ്ട മറുപടി എന്താണോ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ ഒരു പ്രതികരണത്തിന് അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ള അത് തന്നെയാണ് ഇന്ന് പാണക്കാട് എത്തിയപ്പോഴും അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു മറുപടിയും അതേക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള മറുപടിയും പറയില്ല എന്നുള്ള വാശിയിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയാതിരിക്കുന്നത് എന്നുള്ളത് പൊതുവെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെയാണ് അതിൽ നിന്നുള്ള ഉത്തരമുണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു ഉത്തരം നൽകാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല. രുചിഷ. ശരി ശാന്തകുമാർ, എന്തായാലും ഇന്ന് പാണക്കാട് എത്തിയപ്പോഴും ചോദ്യങ്ങൾ കേട്ടപ്പോൾ പിന്തിരിഞ്ഞ് നടക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. മറ്റു വാർത്തകൾ